എന്തായാലും ലോകം മുഴുവൻ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ദൈവനിഷേധവും ദൈവനിന്ദയും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കാൻ അതിന്റെ ഫലമായിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിന്റെ 7-ാമത്തെ ആയത്തിലൂടെ പടച്ചിറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു പറയാ, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരതാ കിബ്റ് നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയുകയാണ്. അവരുടെ ചെവികളിൽ എന്തോ ഒരു കട്ടിയുള്ളതുപോലെ, അവരുടെ ചെവികളിൽ എന്തോ ഒരു മറയുള്ളതുപോലെ അവർ കിബ്റ് നടിച്ചുകൊണ്ട് മാറിക്കളയുകയാണ്. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവർക്ക് പ്രവാചകരെ മുന്നറിയിപ്പ് നൽകുക. സൂറത്തുൽ ഇസ്രായിലൂടെ പറയുകയാണ്, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖർയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹാൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. ഒരു നാടിനെ നശിപ്പിക്കാൻ പടച്ചിറപ്പ് തീരുമാനിക്കുകയാണെങ്കിൽ ആ നാട്ടിലുള്ള സുഖലോലുപന്മാരായ ആളുകൾക്ക് പടച്ചിറപ്പ് ചില അടയാളങ്ങൾ കൊടുക്കുന്നതാണ്, ചില സൂചനകൾ നൽകുന്നതാണ്. ആ സൂചനകൾ നിഷേധിച്ചുകൊണ്ട് ഫഫസഖൂ ഫീഹാ, അവർ ആ നാട്ടിലങ്ങനെ വീണ്ടും തമ്മാടിത്തം കളിച്ചുകൊണ്ടിരിക്കും, വീണ്ടും തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കും. ഫഹഖ അലൈഹൽ ഖൗൽ, അങ്ങനെ ശിക്ഷയുടെ വാക്കുകൾ അവരിൽ ഉറപ്പിക്കപ്പെടുകയാണ്. ഫദമ്മർനാഹാ തദ്മീറാ, അങ്ങനെ ഒരു നശിപ്പിക്കൽ അവരെ നാം നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പടച്ചിറപ്പിന്റെ വാക്കുകളാണ്. അള്ളാഹുവിനോട് നിന്ന കാണിച്ചാൽ, പടച്ചിറപ്പിനെ സ്മരിക്കുന്ന കാര്യത്തിൽ കിബ്റ് കാണിക്കുകയാണെങ്കിൽ, അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിമാ കസബത് അയ്ദിന്നാസ്, ജനങ്ങളുടെ കരം പ്രവർത്തിച്ച കാരണം. അവിടെയും അവസാനിക്കുന്നില്ല. 1960-ലും 1980-നും ഇടയിൽ അമേരിക്കയിൽ വലിയൊരു റവല്യൂഷൻ നടന്നിട്ടുണ്ട്. എന്താ റവല്യൂഷൻ അറിയോ? ആ റവല്യൂഷന്റെ പേര് തന്നെ സെക്ഷൽ റവല്യൂഷൻ എന്നാണ്. സെക്ഷൽ റവല്യൂഷന്റെ റാലികളിലും പ്രതിഷേധങ്ങളിലും അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ബെസ്റ്റിയാലിറ്റി ഷുഡ് ബി അലൗഡ്, homosexuality should be allowed, incest should be allowed, liberal sex should be allowed. അതായത് മൃഗരതി അനുവദിക്കണം, അതുപോലെ തന്നെ സ്വവർഗരതി അനുവദിക്കണം, അതുപോലെ തന്നെ പരസ്യമായ ലൈംഗിക വീഴ്ചകൾ അനുവദിക്കണം, കല്യാണം കഴിച്ചിട്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന ചട്ടക്കൂടുകളൊക്കെ വലിച്ചെറിയണം, തോന്നിയതുപോലെ ജീവിക്കാനുള്ള അവകാശം ഇവിടെയുള്ള ആളുകൾക്ക് നൽകപ്പെടണം എന്നാണ് 1960-ന്റെയും 80-ന്റെയും ഇടയിൽ നടന്ന സെക്ഷൽ റവല്യൂഷൻ. അതിൽ പങ്കെടുത്ത സമരക്കാർ പറഞ്ഞത്. അതിന്റെ അനുരണനങ്ങൾ ലോകം മുഴുവനും വ്യാപിച്ചു. അതിന്റെ ഫലമായിട്ടാണ് കേരളക്കരയിൽ എറണാകുളം ബീച്ചിലൊക്കെ ചുംബന സമരം നടന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ ചുംബന സമരത്തെ കുറിച്ച്. വ്യഭിചാരം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും മൊബൈൽ എടുത്ത് ഓണാക്കി കഴിഞ്ഞാൽ എന്തും കാണാം. അവന്റെ മുന്നിൽ ഒരു തടസ്സങ്ങളും ഇല്ല, ഒരു ലിമിറ്റുമില്ല, ഒരു പരിമിതിയുമില്ല. ഏത് മേച്ചിൽ പുറങ്ങളിലും ആരും കാണാതെ അവന് വിഹരിക്കാം, ഒരു തടസ്സവുമില്ല. അത്രത്തോളം മ്ലേച്ഛമായ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അത് വെള്ളം കൊണ്ട് 3 രീതിയിലാണ് ചരിത്രത്തിൽ അള്ളാഹു ഇടപെട്ടതായി നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് വെള്ളം കൊണ്ടാണ്. ആദ്യത്തെ ശിക്ഷ വെള്ളം കൊണ്ടായിരുന്നു. വഖീല യാ അർദുബ്ലഇ മാഅകി വയാ സമാഉ അഖ്ലിഇ വഗീദൽ മാ വഖുദിയൽ അംർ വസ്തവത് അലൽ ജൂദി. സുബ്ഹാനല്ലാഹ്. നൂഹ് അലൈഹിസ്സലാം വസ്സലാമിന്റെ ജനതയെ നക്കിത്തുടച്ച് കടന്നുപോയ ആ വലിയ സുനാമി, ആ വലിയ വെള്ളപ്പൊക്കം, അതിനുശേഷം സമീപകാലത്ത് നാം കണ്ട അത്തരത്തിലുള്ള അപകടമാണ് 2004-ലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ 2,30,000 പേരുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ട് തിരിച്ചുപോയ സുനാമി എന്ന് പറയുന്ന വലിയ അപകടം. അതിനുശേഷം 2018-ലും 2019-ലും കേരളത്തിന്റെ പല ഭാഗത്തും കടന്ന ഭീമാകാരമായ വെള്ളപ്പൊക്കങ്ങൾ, ഉരുൾപൊട്ടലുകൾ. വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഉന്നത ജാതിക്കാരായ ആളുകൾ പോലും മത്സ്യത്തൊഴിലാളികൾ കൈനീട്ടുമ്പോൾ 2 കൈയും കൊടുത്ത് വട്ടപാത്രത്തിൽ ഇരുന്നിട്ട് രക്ഷപ്പെട്ട ദയനീയമായ കാഴ്ചകൾ, അള്ളാഹു വെള്ളം കൊണ്ട് ഇടപെട്ടതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ പടച്ചവൻ ഇടപെട്ട 2ാമത്തെ രീതിയാണ് കാറ്റുകൊണ്ട്. സഖറഹാ അലൈഹിം 7 ലയാലിൻ വ8 അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സറഅ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. 7 രാവുകളും 8 പകലുകളും നിരന്തരമായി
അടിച്ചു വീശിയ ആ കാറ്റിലൂടെ ആദ് സമുദായത്തെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. സമീപകാലത്ത് ഓക്കിയിലൂടെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഓക്കി കൊടുങ്കാറ്റിലൂടെ ആന്തമാനിലെ ചില ആളുകൾ പങ്കുവച്ചൊരു അനുഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഓക്കി കൊടുങ്കാറ്റുണ്ടായതിനു ശേഷം ആന്തമാൻ നിക്കോബാറിലെ പല ജെട്ടികളിലും മൃതദേഹങ്ങൾ വന്ന് അടിയാൻ തുടങ്ങി. എന്നിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ജോലിക്കാർക്കും ആ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ കഴിയാതെ ആ മൃതദേഹങ്ങൾ അവിടുന്ന് അടുത്തുപോയിട്ട് ചീഞ്ഞു പോയിട്ട് മുതലകൾ വന്നിട്ട് ആ മൃതദേഹങ്ങൾ ലൈവായി തിന്നുന്ന കാഴ്ച കണ്ടു നിൽക്കേണ്ടി വന്നു എന്ന് സങ്കടത്തോടെ ആന്തമാനിലെ നിവാസികൾ പറയുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഇന്നും യൂട്യൂബിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ പല ചാനലുകളും അത് നിരോധിച്ചെങ്കിലും ഇന്നും അതങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ എന്താണ്? ഒരുപാട് സ്ത്രീ പുരുഷന്മാർ ഓക്കി കൊടുങ്കാറ്റിൽ കടലിലേക്ക് ഒലിച്ചുപോയി. അങ്ങനെ കടലിൽ മുങ്ങി മരിച്ചു. അവരുടെ മൃതദേഹങ്ങൾ ഏതോ രാജ്യക്കാരാണ് അജ്ഞാതമായ ഏതോ രാജ്യത്തിന്റെ കരയിൽ ആ മൃതദേഹങ്ങളിൽ നിന്ന് അങ്ങനെ വന്നടിഞ്ഞിരിക്കാൻ. അതിൽ കയ്യിൽ ബാഗുള്ളവരുണ്ട്, പോക്കറ്റിൽ പേനയുള്ളവരുണ്ട്, പേഴ്സ് ഉള്ളവരുണ്ട്, ഇൻസൈഡ് ചെയ്തവരുണ്ട്, കോട്ടിട്ടവരുണ്ട്, ജോലിക്കിറങ്ങിയതായിരിക്കും, പണിക്കിറങ്ങിയതായിരിക്കും, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിയതായിരിക്കും. ഓക്കി കൊടുങ്കാറ്റ് വന്ന് അവരടിച്ച് കടലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാണ് അതെല്ലാം. കാറ്റുകൊണ്ട് പടച്ചിറവ് പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. മൂന്നാമതായി അള്ളാഹു ഇടപെട്ട രീതിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ശബ്ദം കൊണ്ട് രണ്ട് സമുദായത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. ഒന്ന് തമൂദ് ഗോത്രത്തെയാണ്, രണ്ട് മദിയൻ ഗോത്രത്തെയാണ്. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഗോത്രങ്ങളെയാണ് ഈ കാറ്റ് ശബ്ദം കൊണ്ട് നശിപ്പിച്ചത്. പക്ഷേ സമീപകാലത്തൊന്നും അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ആ ശബ്ദത്തിന് പകരം പടച്ചിറപ്പ് വേറെ ചിലത് ഇറക്കിയതായി സമീപകാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവയാണ് വൈറസുകളും ബാക്ടീരിയകളും. ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവനുകൾ അപഹരിച്ച രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് വൈറസും ഒന്ന് ബാക്ടീരിയയും. ഇതിൽ ഏറ്റവും അപകടകാരി വൈറസാണ്. കാരണം എന്താണെന്നറിയോ? ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ശരീരത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കാന്നറിയോ? ഒരു കോശത്തെ അത് ആക്രമിക്കുമ്പോൾ ആ കോശത്തിന്റെ പുറത്തു നിന്നിട്ടാണ് അതിനോട് യുദ്ധം ചെയ്യുക ബാക്ടീരിയ. ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കോശത്തിന്റെ പുറത്തു നിന്നിട്ട് കോശവും ബാക്ടീരിയയും തമ്മിൽ യുദ്ധം ചെയ്യുക. മരുന്ന് കുടിച്ചാൽ ഒരുപക്ഷെ അത് പെട്ടെന്ന് മാറും. മാത്രമല്ല, ആ ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറിയ ഉടനെ അതിന്റെ സിംറ്റംസ് പുറത്തുണ്ടാവും. പക്ഷേ വൈറസ് എങ്ങനെ പ്രവർത്തിക്കാന്നറിയോ? വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സെല്ലിന്റെ അടുത്ത് പോയിട്ട് ആ സെല്ലിന്റെ ഒരു ഭാഗമായിട്ട് അഭിനയിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം. വൈറസ് ആ സെല്ലിന്റെ ഒരു ഭാഗം പോലെയാണ് വൈറസ് ഉണ്ടാവുക. എന്നിട്ട് ആ സെല്ലിന്റെ ഉള്ളിൽ കയറിക്കൂടും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ആ സെല്ലിനെ നശിപ്പിക്കും. എന്നിട്ട് ആ സെല്ലിന്റെ കോപ്പികൾ മുഴുവൻ ശരീരത്തിൽ ഉണ്ടാക്കും. തിരിച്ചറിയാൻ കഴിയില്ല. സിംറ്റംസ് വന്ന് ഏകദേശം ആള് മരിക്കാനാവുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോഴേക്ക് ഈ വൈറസ് ഒരുപാട് ആളുകളുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ടാവും. ഇതാണ് വൈറസിന്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് മനുഷ്യലോകം, ആധുനിക ലോകം ഏറ്റവും ഭീതിയോടെ കാണുന്ന ഒന്നാണ് വൈറസ് അറ്റാക്ക്, വൈറസുകളുടെ അറ്റാക്ക്. HIV വൈറസ് ആണ്. HIV എന്താണ് ചെയ്യുക? കോശത്തിലേക്ക് പോയിട്ട് കോശത്തിൽ CD4 എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഈ CD4 ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നത്. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡികൾ. അതായത് എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുന്നത് ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഈ CD4 ആയി അഭിനയിച്ചു പോയിട്ട് ആ CD4 നശിപ്പിച്ചു കളയും. എന്നിട്ട് അതിന്റെ കോപ്പികൾ മുഴുവൻ ഉണ്ടാക്കും. അപ്പോഴേക്ക് ഈ മനുഷ്യന്റെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി മുഴുവനും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് ഈ മനുഷ്യൻ മരിച്ചു പോവും. ഇത്രയും കാലമായിട്ട് HIV ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ആധുനിക ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ എബോള, ഒരു വർഷം 31 ലക്ഷം ആളുകളാണ് HIV മൂലം മരിച്ചു വീഴുന്നത്. എബോള മൂലം ഓരോ വർഷവും 9 ലക്ഷത്തിൽ ചില്ലാനം ആളുകളാണ് മരിച്ചു വീഴുന്നത്. എബോളയൊക്കെ വന്നു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ടാണ് 90% മരണവും നടക്കുന്നത്. വൈറസുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ വലിയ പരീക്ഷണമാണ്. ഈ വൈറസുകളെ കുറിച്ചും ബാക്ടീരിയകളെ കുറിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരോക്ഷമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. യാജൂജ് മാജൂജ് വന്നിട്ട് ലോകം മുഴുവൻ ഫിത്ന ഉണ്ടാക്കുമ്പോ അവരുടെ മരണം എങ്ങനെയാണ്? കൊടുങ്കാറ്റ് വന്നിട്ടല്ല, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ടല്ല, അല്ലെങ്കിൽ ഘോര ശബ്ദം ഉണ്ടായിട്ടല്ല. അവരെങ്ങനെയാണ് മരിക്കുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അവരുടെ കഴുത്തുകളിൽ സൂക്ഷ്മജീവികൾ ഉണ്ടാകുമെന്നാണ്. അല്ലാഹു അക്ബർ. ഒരുപക്ഷെ അത് വൈറസുകളാകാം, അല്ലെങ്കിൽ ബാക്ടീരിയകളാകാം. ആ സൂക്ഷ്മജീവികൾ ദിവസങ്ങൾ കൊണ്ട് യാജൂജ് മാജൂജുകൾക്കിടയിൽ പടർന്നു പിടിക്കുന്നതാണ്. അങ്ങനെ അവരെ മുഴുവൻ മരിച്ചു വീഴുന്നാണ്. അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് ഭൂപ്രതലം മുഴുവൻ നിറയുമെന്നാണ്. വൈറസുകളെ കുറിച്ചും ബാക്ടീരിയകളെ കുറിച്ചുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരോക്ഷമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിന്റെ സൂചനയായിരിക്കാം. മുമ്പും അള്ളാഹു സൂചന നൽകിയിട്ടുണ്ട്. ഫഅർസൽനാ അലൈഹിം الطوفان والجراد والقمل والضفادع والدم آيات
മുഫസ്സലാത്ത് വകാനൂ ഖൗമൻ മുജ്രിമീൻ. മൂസാ നബിയെ ധിക്കരിച്ചപ്പോൾ ഫിർഔൻ എന്തൊക്കെയുണ്ടായത്? വെള്ളം മുഴുവൻ ചോരയായി പോയി, വീട്ടിൽ മുഴുവൻ തവള, വീട്ടിൽ മുഴുവൻ അണുക്കള്, അതുപോലെ തന്നെ ജറാദ് എന്ന് പറയുന്ന വെട്ടുകിളി. ഇതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. വലമ്മാ വഖഅ അലൈഹിം റിജ്സ് ഖാലൂ യാ മൂസാ ദഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക ലൈൻ കശഫ്ത അന്ന റിജ്സ് ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ. ഫിറഔൻ മൂസാ നബിയോട് വന്നിട്ട് പറഞ്ഞു, മൂസാ, ഈ റിജ്സ് മുഴുവൻ ഞങ്ങളിൽ നിന്ന് ഒഴിവായാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? നിന്നെ വിശ്വസിക്കുകയും ചെയ്യാം, ഇസ്രായേലുകളെ നിന്റെ കൂടെ വിട്ടു തരികയും ചെയ്യാം. അങ്ങനെ മൂസാ നബി പ്രാർത്ഥിച്ചു. ഫലമ്മാ കശഫ്നാ അൻഹും റിജ്സ ഇലാ അജലിൻ ഹും ബാലിഗു ഇദാ ഹും യൻകുസൂൻ. അങ്ങനെ ആ റിജ്സ് അവരിന്ന് വിട്ടുപോയപ്പോൾ അവർ വീണ്ടും നന്ദികേട് കാണിക്കാൻ തുടങ്ങി. ഒരുപക്ഷേ കൊറോണ അള്ളാഹുവിന്റെ ഒരു അടയാളമായിരിക്കാം, അള്ളാഹുവിന്റെ ഒരു തിരിച്ചുവിളിയായിരിക്കാം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. മനുഷ്യന്റെ കരം പ്രവർത്തിച്ചത് കാരണം കരയിലും കടലിലും ഫസാദുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനാണ് അവ ഉണ്ടാക്കുന്നറിയോ? ലിയുദീഖഹും ബഅദല്ലദീന അമിലൂ, അവർ പ്രവർത്തിച്ചതിൽ ചിലത് അവരനുഭവിക്കുവാൻ വേണ്ടി, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുകയും ചെയ്തേക്കാം. അതുകൊണ്ട് കൊറോണ മടങ്ങാനുള്ള ഒരു കാരണമാകണം എന്റെ പ്രിയപ്പെട്ടവരെ. വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും അറ്റാക്കുകൾ മടങ്ങാനുള്ള ഒരു കാരണമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നൂറുകണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1053 ആളുകൾ കേരളക്കരയിൽ നിരീക്ഷണത്തിലാണ്. ഒരു കുട്ടിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7ഓളം ആളുകൾ ഐസൊലേഷൻ വാർഡിലാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. മനുഷ്യന്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങുന്ന സംഗതിയല്ല. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കേരളത്തിൽ നിന്ന് കർണാടകയുടെ അതിർത്തി കടക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കൊറോണ വൈറസ് വരുമ്പോൾ ഞാൻ കേരളത്തിലാണല്ലോ വന്നത്, കർണാടകയിലേക്ക് കടക്കാൻ എനിക്ക് അനുവാദമില്ലല്ലോ, അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു പോകും. അതൊന്നുമില്ല. കർണാടകയിലേക്കും വരും, തമിഴ്നാട്ടിലേക്കും വരും, ലോകം മുഴുവൻ അത് വ്യാപിക്കും. എറിക് ഡോറന്റ് പറഞ്ഞത്, വലിയ ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞത് 6 മാസം കൊണ്ട് ലോകം മുഴുവൻ ഈ വൈറസ് ബാധിക്കുകയും 650 ലക്ഷം ആളുകളുടെ ജീവൻ അത് അപഹരിക്കുകയും ചെയ്യുമെന്നാണ്. അതൊരു കണക്കാണ്, പക്ഷേ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ ദുആ ചെയ്യാൻ ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാം വമിൻ സയ്യിൽ അസ്ഖാം. അല്ലാഹുവേ, വെള്ളപ്പാണ്ടിൽ നിന്നും കുഷ്ഠത്തിൽ നിന്നും ഭ്രാന്തിൽ നിന്നും മോശമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നിത്യമാക്കുക. ഒരിക്കലും ഇതിനെ നിസ്സാരമായി കാണാതിരിക്കുക. മുൻകരുതലുകൾ എടുക്കുക, ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാദാ, ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും അതുപോലെ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ. നിന്റെ മഹത്തായ കരുണയിൽ ഞങ്ങളെ നീ പൊതിയണേ റബ്ബേ. നിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ നീ ചേർത്ത് പിടിക്കണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിച്ചു കളയല്ലേ അല്ലാ. ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ചു കളയരുതേ റബ്ബേ. റഹ്മാനായ റബ്ബേ, നിന്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ റബ്ബേ. കരുണയോടെ ഞങ്ങളെ സംരക്ഷിക്കണേ റബ്ബേ. കരുണയോടെ ലാലിമുകളിൽ നിന്നും ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലേ അല്ലാ. ആരോഗ്യത്തോടുകൂടിയുള്ള നിർഭയത്വത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ വാഹകരാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ.